മീനാക്ഷി ചൈൻ ഇപ്പൊ ഇറങ്ങുവേ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. എന്റെ ആലീസ എല്ലാം റെഡിയാ. ഡോക്ടർ ഇങ്ങോട്ട് വന്നാ മാത്രം മതി. ആലീസ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്താ? അല്ല, ഈ വീട്ടുകാർ ആലോചിച്ച് കെട്ടിയതാണോ അതോ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ? പ്രേമോ? എനിക്കാ? ഞാനേ നല്ല ദൈവഭയമുള്ള വീട്ടിൽ ജനിച്ച കൊച്ചാണ്. കല്യാണത്തിന് മുന്നേ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിയിട്ട് പോലുമില്ല. വീട്ടിൽ നിന്നിറങ്ങിയ സ്കൂള്, സ്കൂളിൽ നിന്നിറങ്ങിയ വീട്, ഇതായിരുന്നു. അല്ലാതെ വേറെ ഒരു ദുഷിച്ച ചിന്ത എന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ചാൻസ് ആലീസ് നഷ്ടപ്പെടുത്തിയത്. ഈ പ്രേമിച്ചൊക്കെ നടക്കുന്ന ഒരു രസമില്ലയോ? എനിക്കാണെങ്കിലേ 3 പ്രേമം ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോളേ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോളേ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോളേ. എന്താ അന്തം വിട്ട് നോക്കുന്നേ? പ്രേമിക്കുന്നൊക്കെ ഒരു രസമല്ലയോ? പക്ഷെ അത് പ്രേമിച്ചാലേ മനസ്സിലാവൂ. എന്നിട്ട് എന്തേ 7ാം ക്ലാസ് വെച്ച് പ്രേമം നിർത്തിയത്? അയ്യോ, 7ാം ക്ലാസ് വെച്ച് പ്രേമം നിർത്തിയല്ല, പഠിത്തം അങ്ങ് നിർത്തി. എന്റെ കൂടെ പഠിച്ചിരുന്ന ആ പ്രേമചന്ദ്രൻ ഉണ്ടല്ലോ, ഞാൻ പ്രേമിച്ചു നടന്ന പ്രേമചന്ദ്രൻ, അവനിപ്പോ അഡ്വക്കേറ്റാ. ഭയങ്കര പൂത്ത കാശാന്നാ കേട്ടത്. അന്ന് അയാളുടെ കൂടെ എങ്ങാനും പോയാൽ മതിയായിരുന്നു. എല്ലാം തലേ വരാം, അല്ലാതെ എന്ത് പറയാനാ. എന്നിട്ട് മീനാക്ഷി എന്താ കല്യാണം കഴിക്കാഞ്ഞത്? ഓ, അതൊക്കെ റിസ്ക്കാന്നേ. ഈ ആണുങ്ങളെ മേയിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ, ഭയങ്കര പാടാ. പക്ഷെ പ്രേമിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര രസമാ. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വിട്ട് കളയാൻ വേണം. പൊന്നു മോളെ, ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാലേ അധികം താമസിയാതെ മൂക്കും കുത്തി വീഴും. സൂക്ഷിച്ചോ. ചായ റെഡിയായി, ചായ എടുക്ക്. ഒരു കാര്യം ചെയ്യ്, ഞാൻ കൊണ്ട് കൊടുക്കാം. ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. എനിക്ക് ശമ്പളം തരുന്നതല്ലേ, ചുമ്മാ അതൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഡോക്ടറെ, ചായ. ആലിസ് എവിടെ? ആലിസ് അടുക്കളയിലുണ്ട്. ആലിസ് പറഞ്ഞാ ഡോക്ടർക്ക് ചായ കൊണ്ട് തരാമെന്ന്. പക്ഷെ ഞാനാ പറഞ്ഞത് ഞാൻ കൊണ്ട് കൊടുക്കാന്ന്. ഡോക്ടർ ചായ കുടി. എങ്കിലല്ലേ നമുക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ഒറ്റയ്ക്ക് എന്ത് സംസാരിക്കും? അല്ലെ, എന്തെങ്കിലും സംസാരിച്ചിരിക്കാലോ. അതങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും ആലിസിന്റെ കണ്ണാ. എന്തൊരു സ്ത്രീയാ അവര്. നിങ്ങളിവിടെ മര്യാദയ്ക്ക് വന്ന് ജോലി ചെയ്യാൻ തിരിച്ചു പോവാ, അല്ലാതെ ആലിസിനെ മാർക്കിടാൻ നിങ്ങൾ നിൽക്കണ്ട. ഭാര്യയെ പറഞ്ഞപ്പോ അങ്ങ് വേദനിച്ചു. എനിക്കറിയാം ആണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന്. പെണ്ണുങ്ങളുടെ മുന്നിൽ വലിയ സ്നേഹമൊക്കെ ഭാവിക്കും, പക്ഷെ കണ്ണൊന്ന് തെറ്റിയുണ്ടല്ലോ, കാണാൻ അവന്റെയൊക്കെ തന്നെ സ്വഭാവം. എനിക്കങ്ങനെ 2 സ്വഭാവം ഇല്ല. ഡോക്ടറെ ഗൗരവ എനിക്കിഷ്ടം. ഡോക്ടറെ കാണാൻ നല്ല സ്മാർട്ടാ. ആണുങ്ങളായാലും ഇങ്ങനെ തന്നെ വേണം. ഡോക്ടറെ കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാത്തെ? നിങ്ങൾക്ക് അപ്പുറത്ത് വേറെ ജോലിയൊന്നുമില്ലേ? ജോലിയൊക്കെ ചെയ്യാൻ സാറേ, പക്ഷേ അതിനിടയിലേ ഈ കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്ന ഒരു രസമല്ലേ. ഞാനേ ഇതിനു മുമ്പേ നിന്റെ വീട്ടിലെ ആണുങ്ങളോടൊക്കെ നല്ല കമ്പനിയായിരുന്നു. എനിക്ക് ഈ ആണുങ്ങളോട് തമാശ പറയുന്നതും കൂട്ടുകൂടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ ഡോക്ടറെ, കമ്പനി കൂടുവാണ് ആണുങ്ങളോട് കമ്പനി കൂടുന്നത്. എന്താ രസമെന്നറിയോ? ഡോക്ടറെ കണ്ടാ അറിയാം ഉള്ളിലൊരു കൃഷ്ണൻ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ഡോക്ടറെ ഒരു നോട്ടവും ചിരിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കേളവാല് വെക്കുമ്പോൾ അറിയാട്ടോ. കാളയുടെ കാര്യമൊക്കെ നോക്കാൻ വെറ്റിനറി ഡോക്ടറായ നമ്മളുണ്ട്. പിന്നെ ഇപ്പൊ ശരിക്ക് ചികിത്സ വേണ്ടത് നിങ്ങൾക്കാ. ആ ചികിത്സ പക്ഷെ എനിക്ക് അറിയത്തില്ല. അത് അറിയാവുന്നവരുടെ അടുത്ത് പോയാൽ മതി. അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യപ്പെട്ടോ? ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആണുങ്ങൾക്കാ പെട്ടെന്ന് പ്രേമം ഉണ്ടാകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത വേഷം കെട്ടലുമായിട്ട് എന്റെ മുന്നിൽ വന്നോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഇതെല്ലാം ഞാൻ ആലിസിനോട് പറഞ്ഞോളൂ, അവസ്ഥ അറിയാലോ. ഡോക്ടർ ആലിസിനോട് പറയത്തില്ലെന്ന് എനിക്കറിയാം. പറഞ്ഞാലും ആലിസ് ഒന്നും വിശ്വസിക്കത്തുമില്ല. പിന്നെ വെറുതെ നാടൻ കെടാൻ നിൽക്കണ്ട കേട്ടോ. ചായ കുടിച്ചില്ല? ചായ എനിക്ക് വേണ്ട. അയ്യോ, എന്തുവാ പവിത്ര, രാവിലെ 8:30 വരാന്നല്ലേ പറഞ്ഞത്? ഇത്രയും നേരമായിട്ട് നോക്കിയിരിക്കാൻ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ പൊന്നെ, നേരം വെളുത്തപ്പോ ഒരുപാട് പണി കണ്ടോടുന്നു. ഇതെല്ലാം നീക്കി വെച്ച് ഇപ്പഴാ സമയം കിട്ടി. അതല്ല ഇങ്ങ് ഓടിങ്ങി വന്നത്. എന്താ ഒരു മുഖം കൊല്ലായിരിക്കുന്നു? ആ മീനാക്ഷി കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മിക്കവാറും അവൾ എന്നെ കയറി ബലാത്സംഗം ചെയ്യും. ആണെന്നേ. ആലീസ് എങ്ങാനും എന്റെ അടുത്തില്ലെന്ന് കണ്ട അപ്പൊ കൊഞ്ചാനും കുഴയാനും വരും. എനിക്കിത് സഹിക്കാൻ വയ്യ. ആ സാധനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താ. ഇവരെ കൊണ്ട് ഒരു തരത്തിലും സമാധാനമില്ലല്ലോ. പറ്റുന്നില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്ര നാളും വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുകയല്ലായിരുന്നു. ഇനി ഒന്നും നോക്കണ്ട, നേരിട്ട് ഒറ്റ വഴി, നേരെ വാ നേരെ പോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലീസിനോട് അങ്ങ് പറയണം, ഈ മീനാക്ഷി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്, എന്നോട് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നു എന്നൊക്കെ വെച്ച് അങ്ങ് തുറന്നങ്ങ് പറ.
സ്വന്തം ഭർത്താവിനെ വേറൊരുത്തി വളയ്ക്കാൻ ശ്രമിക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാര്യമാര് സമ്മതിക്കുമോ? അത് പ്രത്യേകിച്ച് നമ്മുടെ ആലീസും കൂടെ ആണെങ്കിൽ. ഒന്നും നടക്കത്തില്ല. കാര്യം ഈ സാധനത്തിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇറക്കിയ നമ്പർ എല്ലാം കള്ളമാണെന്ന് ആലീസിന് അറിയാമല്ലോ. ഇനിയിപ്പൊ മീനാക്ഷിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോണ കാര്യം കള്ളത്തരമല്ലെന്ന് ആലീസിന് തോന്നത്തില്ല. തോന്നുന്നേ. ഇന്ന് രാവിലെ ഇവിടെ നടന്ന കാര്യം എന്നാണെന്ന് കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു. ഓ അങ്ങനെയായിരുന്നല്ലേ? ആണെന്നേ. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആലീസ് എങ്ങാനും ഇത് കണ്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? കൊലപാതകം നടക്കും. ആണോ? അത് ഒഴിവാക്കാനാണ് ഈ സാധനത്തിന് ഒന്ന് ഇവിടെ പറഞ്ഞു സഹായിക്കാൻ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേക്ക് പറ. ഇതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനാക്ഷിയുടെ അതിര് കടന്നുള്ള സംഭവങ്ങളല്ലേ ഈ ആലീസ് കാണട്ടെന്ന്. അപ്പൊ ഏകദേശം പ്രശ്നങ്ങൾ മാറി കിട്ടത്തില്ലേ? അപ്പൊ എന്നെ ആരെടുത്ത് ആശുപത്രി കൊണ്ടുപോകും? പവിത്രം കൊണ്ടുപോകും? ഓ എന്റെ ദൈവമേ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പിന്നെ ആലീസ് കാണുന്ന ഈ സീനിനകത്ത് ഡോക്ടർ വളരെ മാന്യനും മീനാക്ഷി എന്ന് പറയുന്ന സ്ത്രീ പ്രശ്നക്കാരിയായിരിക്കണം. ഇത് കാണുന്നതോടുകൂടി ആലീസ് ഈ മീനാക്ഷിയുടെ അടുത്ത് പറഞ്ഞു വിടും. എന്നാ പറയുന്നു? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കണം. ആലീസ് ഇല്ലാത്ത നേരം നോക്കി ഈ മീനാക്ഷി അടുത്ത് ഒന്ന് കൊഞ്ചാനും കുഴയാനും വരുമോ? വരുന്നേ. ഈ സമയത്ത് സാർ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് നിന്റെ വിളച്ചിൽ നടക്കുകയല്ല, ഞാൻ അത്രക്കാരനല്ല എന്ന് പറയണം. ഈ നേരം ആലീസിന് മനസ്സിലാകും ഡോക്ടർ ഒരു മാന്യനാണെന്നും അവളും മഹാ ഉടായിപ്പാണെന്നും. അതെങ്ങനെ ആലീസിന് മനസ്സിലാവും? ഈ സമയത്ത് ആലീസ് പുറത്തു നിന്ന് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെ? അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോ ഇവിടുന്ന് പോകുന്നു, പോയിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കയറി വരുന്നു, നേരെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നു. ഈ കോളിംഗ് ബെല്ല് കേട്ട ഉടനെ ഒരു കാരണവശാലും ഡോക്ടർ ഇറങ്ങി വരരുത്. ഈ സമയത്ത് ആലീസ് വരുന്നു. ആലീസിനോട് ഞാൻ കുറച്ച് കഥകൾ പറയുന്നു. ഈ കഥകളെല്ലാം കേൾക്കുമ്പോൾ ആലീസിന് സംശയം കൂടുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യണം? സാറ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു, മീനാക്ഷിയായിട്ട് സംസാരിക്കുന്നു. ആലീസ് അടുത്തില്ലെന്ന് കണ്ടാൽ മീനാക്ഷിയുടെ വിളച്ചിൽ അവളെടുത്ത് പുറത്തിടും. ഈ സമയം നമ്മുടെ പ്ലാനും പദ്ധതിയും പ്രകാരം ആലീസ് ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോ സംഗതി സക്സസ് ആയില്ലേ? കുഴപ്പമാവോ? എന്ത് കുഴപ്പം? ഞാനല്ലേ കൂടെ, ധൈര്യമായിട്ടിരിക്കേ. അല്ല, ആലീസാണ് ആള്. അടി ചിലപ്പോ കർണക്കുറ്റിക്ക് കിട്ടും. എന്റെ ഡോക്ടറെ, ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ സ്വന്തം പെണ്ണുമ്പിള്ളയുടെ കൈകൊണ്ടല്ലേ, അതങ്ങ് സഹിക്കല്ല. അപ്പൊ എന്നാ ഒന്നും ആലോചിക്കാനില്ല. ഞാൻ പോകുന്നു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങ് വരുന്നു. കർത്താവേ കാത്തോണേ. പറഞ്ഞു വിട്ടാ? ആരെ? മീനാക്ഷി. എവിടെ പറഞ്ഞു വിടാൻ? എടിയാ, അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാവുന്ന്. ഏത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാന്ന്? ഈ വീട്ടിൽ നിന്ന്. അല്ലാതെ പിന്നെ ഈ വീട്ടിൽ നിന്ന് എന്തിനാ പറഞ്ഞു വിടുന്നത്? അവരെ പറഞ്ഞു വിടുന്ന്. എന്തിനാ അവരെ വെച്ചോണ്ടിരിക്കുന്നത്? അവരെ പറഞ്ഞു വിട്ടേ. എന്തിനാ അവരെ പറഞ്ഞു വിട്ടിട്ട്? ഈ ചാന അവരെ പറഞ്ഞു വിട്ടിട്ട് എന്ത് കിട്ടാനാ? ആലീസേ, അവരെ കൊണ്ട് നിനക്ക് ഒരു ഗുണവുമില്ല. ഗുണമില്ലാന്ന് ഈ ചാന എങ്ങനെ അറിയാം? ഗുണമില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നീ ഇവിടെ ഇരുന്ന് ജോലിയൊന്നും അവരെവിടെയെങ്കിലും കാണാനില്ല. എന്തിനാണ് പിന്നെ അവരെ വെച്ചോണ്ടിരിക്കുന്നത്? ഇതാണാ ജോലി? ഇതേ എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഒരു ക്യാരറ്റ് തിന്നാൻ പോവാ. അതിനുവേണ്ടി ക്ലീൻ ചെയ്തോണ്ടിരുന്നതാ. ഒരു കാര്യം പറയട്ടെ, നീ നിന്റെ ശരീരം വെറുതെ ഇരുന്ന് പുഷ്ടിപ്പെടുത്തി ഉണ്ടല്ലോ, ഇപ്പൊ വീപ്പക്കുറ്റുപോലായിട്ടുണ്ട്. അത് ഞാനങ്ങ് സഹിച്ച്. അത് ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാനല്ലേ നിന്നെ കൊണ്ട് നടക്കേണ്ടത്. അതുകൊണ്ടാ പറയുന്നത്. ആവശ്യമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂലാതായി പോകുന്നത്. എവിടെ കൊണ്ടാ എന്നെ നടന്നത്? ഇച്ചാൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാറുണ്ടാ? ഒരു സ്ഥലത്തും കൊണ്ടുവല്ല. ഇപ്പൊ മീനാക്ഷി ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കുന്നു. അവരെന്താണ് ഇവിടെ വന്ന് മിണ്ടുന്നത്? മിണ്ടുന്ന കാര്യങ്ങളൊന്ന് വിളമ്പിയായിട്ട് ഞാൻ കേട്ടോട്ടെ. എന്ത്? അങ്ങനെ ഇച്ചാനോട് എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. അവര് വന്ന് വിളമ്പുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലെയും വീട്ടിലെ എല്ലാ രഹസ്യങ്ങളും, എല്ലാ ഗോസിപ്പുകളും, എല്ലാ കഥകളും നിന്റെ ചെവിയിൽ വന്ന് പറയും. നീ ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ ഇതിന്റെ മേളിൽ കയറി തിന്നു ഇപ്പൊ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത്രയുണ്ട്. ഈ ചായ എല്ലാ ദിവസവും പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ല, എന്തെങ്കിലും ഒരു രഹസ്യം എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടാ? എടി, വല്ലവിടത്തും നടക്കണം വൃത്തികെട്ട കഥകൾ വന്ന് പറയലല്ല ഞാൻ ചെയ്യേണ്ടത്. നല്ല നല്ല കാര്യങ്ങൾ പറയണം. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നെഗറ്റീവായി പോവും. ഞാൻ കുറച്ച് നെഗറ്റീവാ. എനിക്ക് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടാ മതി. നിനക്ക് നെഗറ്റിവിറ്റി കൂടി വരികയാണ്. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇച്ചാൻ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്ത്. നിന്റെ വീട്ടിൽ കൊണ്ട് ഇപ്പൊ ഇച്ചാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എത്ര പേര് വന്ന് ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഇച്ചാൻ അത് കേട്ട് രസിക്കാറുണ്ടല്ല. എന്നിട്ട് ഇച്ചാൻ ഒരു ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞുകൂടെ ഇച്ചാന്? പറയത്തില്ല. ഇച്ചാനെ കണ്ണുകടി. ഇതിപ്പോ ഞാൻ വീട്ടിലിരുന്നാ മതി. ഈ നാട്ടിലെ കാര്യം മാത്രമല്ല, ഇവിടെ നടക്കുന്ന സകല വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പശുവിന് ദീനമാണ്, മറ്റേതിന് എണീക്കാൻ വയ്യ, പട്ടിക്ക് ചുമയാണ്, പട്ടിക്ക് വയറിളക്കമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്ന് പറയണത്. അത് കേട്ടിട്ട് സൂഹിക്കുകയല്ല, അതിന് വരുന്ന അസുഖത്തിനുള്ള മരുന്ന് എന്താണെന്നുള്ളത് തീരുമാനിച്ച് ആ മരുന്ന് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കേട്ട് സൂഹിക്കുന്ന കാര്യങ്ങളല്ലേ മൃഗങ്ങൾക്ക് പട്ടീനെ പൂച്ചയായിട്ടൊക്കെ വരുന്നത് ഓരോ പെണ്ണുങ്ങള് അവരുടെ വിശേഷങ്ങൾ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടുന്ന മരുന്ന് കൊടുക്കും. ഇതാണല്ലോ ഇച്ചാന്റെ സ്വഭാവം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അപ്പനെ പോയി ഒന്ന് കാണണം. എന്തിനാണോ? അങ്ങേരാണല്ലോ ഈ വിലക്കാരിക്ക് കൊടുക്കാനായിട്ടുള്ള ശമ്പളം തരുന്നത്. അതെ, അങ്ങേരെ പോയി കണ്ടിട്ട് പറയണം മോക്ക് ഇനി ഇത് കൊടുക്കരുതെന്ന്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ ഇവരെ ഇവിടെ നിർത്തുന്ന എനിക്കൊന്ന് കാണണമല്ലോ. പൊന്നു ജോർജ് കുട്ടി, അപ്പൻ എന്റെയാ, നിങ്ങളുടെ അല്ല. ഞാൻ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഞാൻ ഒരേ ഒരു മരുമോനാ, എനിക്ക് എന്തെങ്കിലും വില ഉണ്ടോ നോക്കണമല്ലോ. ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം. ഇത് കട്ട് ചെയ്ച്ചാൽ തീരുമല്ലോ നിന്റെ അസുഖം. കട്ട് ചെയ്തരാ ഞാൻ. ആരെ വന്നിട്ടുണ്ട് പോയി നോക്ക്. രാവിലെ മൂടോട്ടായി, എനിക്ക് ആരെയും കാണണ്ടെന്ന്. പോയി നോക്ക്. പവിത്ര, പുള്ളിക്കാരി വരുന്നില്ല. ഇത് എവിടെ? പവിത്രനായിരുന്നാ? ഡോക്ടർ ഇല്ല ഇവിടെ? ഈച്ചാൻ എന്തോ തിരക്ക് പിടിച്ച ഫോണില. എന്താ പവിത്ര? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. എന്തു പറ്റി? അല്ല, അത് ഞാൻ എങ്ങനെ ആലീസിനോട് പറയുന്നത്? പറഞ്ഞോ? അല്ലാത്തൊരു ഏപ്പടത്തിന്റെ കഥയായിരുന്നു. എന്തു പവിത്ര ഇത്? ഈ ഏപ്പടത്തിന്റെ കഥ പറയാനാണ് എന്റെ ചേനെ വിളിച്ചത്? അല്ല, അത് അയ്യേ, പവിത്രൻ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അയ്യോ, അതെന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്പടത്തിനകത്ത് നായകൻ ഡോക്ടറാണ്. അയ്യോ, ഞെട്ടണ്ട, ഇത് ഞാൻ പറഞ്ഞ കഥയല്ലത്. ഇത് നാട്ടുകാർ മുഴുവൻ പറയുന്ന കഥയാ. നാട്ടുകാർ മുഴുവൻ ഇപ്പൊ ഈ കഥയും പറഞ്ഞോണ്ടാ നടപ്പ്. പവിത്രൻ കാര്യം എന്താന്ന് തെളിച്ച് പറഞ്ഞേ. എന്റെ ആലീസെ, നമ്മുടെ പാപ്പച്ചൻ ചേട്ടന്റെ ചായക്കടയില്, പിന്നെ നമ്മുടെ ബഷീർ കട ബേക്കറിയില്, ഓട്ടോ സ്റ്റാൻഡില് എന്ന് വേണ്ട ജംഗ്ഷൻ മുഴുവനും ഇതിപ്പോ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. പ്രശ്നക്കാരി വേറെ ആരും അല്ല, നമ്മുടെ മീനാക്ഷിയാണ്. ഓഹോ, അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കണ്ട, നേരിട്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. ഇവള് എവിടൊക്കെ ജോലിക്ക് നിന്നിട്ടുണ്ടോ അവിടുത്തെ ആണുങ്ങളെല്ലാം ഇവള് വളച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കാര്യം കണ്ടിട്ടുമുണ്ട്. ഇവള് നിന്നിട്ടുള്ള വീടുകളിലെ പെണ്ണുങ്ങളെല്ലാം ഇവള് കാരണം പുറത്തായിട്ടുമുണ്ട്. ഇനിയിപ്പോ അടുത്ത ഊഴം ആലീസാന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാ. ശരി, ഞാനൊരു ഒറ്റ ഉദാഹരണം അങ്ങ് പറയാം. ഈ ലംബോദരം മാഷിന്റെ കഥ മീനാക്ഷി പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് അറിയാവോ? സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനാക്ഷി ലംബോദരം മാഷിനെ കയ്യും കണ്ണും കാണിച്ചും വളച്ച് വശീകരിച്ചതാ. പാവം, ആ പുള്ളിയുടെ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് ഇവളുടെ വലയിൽ ചെന്നങ്ങ് വീണ്. അവസാനം നാട്ടുകാർ മുഴുവൻ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ലംബോദരം മാഷ് അവസാനം കാശ് കൊടുത്ത് ഒഴിവാക്കുമായിരുന്നു ഇവളെ. ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഡോക്ടറെ വിളിച്ച് അവൾ കുപ്പിയിലാക്കിയൊക്കെ വന്നാ. ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഡോക്ടറോടൊന്ന് പറയാൻ വേണ്ടിട്ട് വന്നെന്നുള്ളതേ ഉള്ളൂ. എന്റെ ഇച്ചാനായിട്ടായിപ്പൊന്നുമല്ല. അതെനിക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞത് കക്ഷി മീനാക്ഷിയാണ്. ഈ പെണ്ണൊരുമ്പൊട്ടാലെന്ന് കേട്ടിട്ടില്ലേ? പെണ്ണുങ്ങളുടെ വലയിൽ വീണ് കുടുംബം ജീവിതം നശിപ്പിച്ചു പോയ കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളേ. ഒരു കാര്യം ചെയ്യും, ഡോക്ടറെ ഒന്ന് വിളിക്കാം. ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു. കുളിക്കുമല്ലോ ആണോ അലിസേ? ഡോക്ടർ കുളിക്കുവാണോ എന്ന്? കുളിക്കാൻ കയറാൻ സമയമായില്ലല്ലോ. മീനാക്ഷി ഇല്ലേ ഇവിടെ? ഉണ്ട്, അടുക്കളയിലായിരിക്കും അല്ലേ? ആയിരിക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആലീസ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നു, അകത്താണെങ്കിൽ ആരുമില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും നടക്കുക? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആർക്കും അവസരം കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ ഡോക്ടർ ഒരു പാവമാണ്, അവളാണ് ഭയങ്കരിയാണ്. പവിത്ര ഇവിടെ നിൽക്കാനേ ഇച്ചാനെ വിളിച്ചോണ്ട് വരാം. ശരി. മീനാക്ഷി, എന്തൊക്കെയുണ്ട് വിശേഷം? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി? എല്ലാം റെഡിയാ ഡോക്ടറെ. അതെ, എന്നോട് ഇങ്ങോട്ട് നോക്കാം. എന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ അത് ആലീസ് ഇല്ലാത്ത സമയം നോക്കി വരണേ. ആലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ടാ.
അപ്പൊ ആലീസ് ഇല്ലാത്തപ്പോ ഡോക്ടറോട് സംസാരിക്കാമെന്നാണോ ഡോക്ടർ പറയുന്നത്? ആ, നമ്മളിപ്പോ ഒരു വീട്ടിൽ കഴിയുവാണല്ലോ, അപ്പോൾ പരസ്പരം കാണേണ്ടി വരുമല്ലോ, അത് സംസാരിക്കേണ്ടിയും വരും. അങ്ങനെ സംസാരിക്കാൻ വരുവാണെങ്കിൽ ആലീസ് ഇല്ലാത്തപ്പോ വേണോ അത് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ ഉദ്ദേശിക്കുന്ന എന്ന് വെച്ചാലേ, മീനാക്ഷി രാവിലെ എന്താ എന്നോട് പറഞ്ഞത്? അത് പിന്നെ രാവിലെ 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 ഞാൻ എന്തോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ രാവിലെ ഒന്നും പറഞ്ഞില്ലല്ലോ. സത്യം പറയാലോ ഡോക്ടറെ, എനിക്കിവിടെ ജോലി കിട്ടിയത് ഭയങ്കര ആശ്വാസമായി. ഈ ഡോക്ടറിന്റെ കൂടെയും ആലീസിന്റെ കൂടെ ഒക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഭാഗ്യമാണ്. എന്റെ ഡോക്ടറെ, ഇതിനു മുമ്പ് ജോലി ചെയ്ത വീട്ടിലൊക്കെ എന്തെല്ലാം പ്രശ്നമായിരുന്നു. അവിടുത്തെ ആളുകളൊക്കെ ഓരോ തരക്കാരാണെന്നേ. കേട്ടോ ഡോക്ടറെ, ഈ പെണ്ണുങ്ങളെ കാണുമ്പോണ്ടല്ലോ അവന്മാർക്ക് ഒരു തരം ഇളക്കവാ. ഞാനേ ഇതിനു മുമ്പേ നിന്റെ വീട്ടിലെ ആണുങ്ങളോടൊക്കെ നല്ല കമ്പനിയായിരുന്നു. സത്യം പറയാലോ ഡോക്ടറെ, എനിക്ക് ഈ കൊഞ്ചലും കുഴലും ഒന്നും ഇഷ്ടമേ അല്ല. നമ്മൾ വരുന്നു, ജോലി ചെയ്യുന്നു, മര്യാദയ്ക്ക് കാശ് മേടിക്കുന്നു, പോകുന്നു. അല്ലാതെ ഈ തട്ടാനും മുട്ടാനും വരുന്ന ആണുങ്ങളെ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ഈ ആണുങ്ങളോട് തമാശ പറയുന്നതും കൂട്ടുകൂടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ ഡോക്ടറെ, കമ്പനി കൂടുവാണ് ആണുങ്ങളോട് കമ്പനി കൂടുന്നത്. എന്താ രസമെന്നറിയോ? ഇവിടെ വന്നതോടെ സമാധാനമായി. ഡോക്ടറെ പോലെ തങ്കപ്പെട്ട ഒരാണിനെ ഞാൻ കണ്ടിട്ടേയില്ല. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഡോക്ടറെ കണ്ടാ അറിയാം ഉള്ളിലൊരു കൃഷ്ണൻ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ഡോക്ടറെ ഒരു നോട്ടവും ചിരിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചേളവാല് വെക്കുമ്പോൾ അറിയാട്ടോ. ആലീസ് ആണെങ്കിലോ എന്തു നല്ല സ്ത്രീയാ. ചെറുപ്പത്തിലെ വല്ല പ്രേമോട്ടോ ചോദിച്ചപ്പോ ഒരാണിന്റെ മുഖത്ത് പോലും നോക്കിട്ടില്ലെന്നാ പറഞ്ഞത്. ആലീസിന്റെ ഭാര്യയെ കിട്ടിയതേ ഡോക്ടറെ ഭാഗ്യം തന്നെ. അല്ലെങ്കിൽ ഈ കാലത്ത് ഇങ്ങനത്തെ പെൺപിള്ളാരുണ്ടോ? നിനക്ക് തലക്കസുഖം വല്ലതും ഉണ്ടോ? രാവിലെ ഇതല്ലല്ലോ എന്നോട് പറഞ്ഞത്. എന്റെ പൊന്നു ഡോക്ടറെ, ബുദ്ധി വേണം, ബുദ്ധി. എന്നാ തലയിൽ ആൾതാമസം വേണം. നമ്മളിവിടെ സംസാരിക്കുന്നതേ ആലീസ് അവിടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഭയങ്കര സംശയരോഗം അല്ലയോ? എങ്ങനെ സഹിക്കുന്നവരെ? അതെ, ഞാനൊരു കാര്യം പറയാം. ഈ നാടകങ്ങളിയൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഡോക്ടർക്ക് എന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ആലീസ് ഇല്ലാത്തപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ അടുക്കളയിലൊക്കെ കയറി വരുന്നത്. പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം നോക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആലീസിനോട് പറഞ്ഞാൽ മതി. കാര്യം പറയാൻ പറഞ്ഞു. പവിത്ര, എന്നാ പറ്റി ആലീസിന് മോഹം വല്ലാതിരിക്കുന്നത്? ഡോക്ടർ എന്തേ? ഈ ചാൻ അടുക്കളയിലുണ്ട്. അടുക്കളയിലോ? ഡോക്ടർക്ക് തന്നെ അടുക്കള കാര്യം? മീനാക്ഷി ഉണ്ട് അവിടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവര് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു പവിത്ര. അവരെന്താ സംസാരിച്ചെന്താ? ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ഈ മീനാക്ഷി ആരാ മോളെന്നറിയോ? അവൾ എന്തെങ്കിലും വൃത്തികേടുകൾ ഡോക്ടറോട് പറഞ്ഞു കാണും. ഡോക്ടറുടെ അടുത്തൊന്നും ചെലവായി കാണുമല്ല. ശരിയല്ലേ? ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇവളിവിടെ നിർത്തരുതെന്ന്. അവളെ ഇറക്കി വിടും ഈ വീട്ടിൽ നിന്ന്. അവളെ ഇറക്ക്. എന്റെ വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം. അവളെ ഇറക്കി വീട് വിടുന്നു. ഞാന് ഓങ്ങിയിരിക്കുവായിരുന്നു. നാട്ടിലെ മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞാൽ ഇതല്ല ഇതിന് അപ്പുറം ഉണ്ടാവും. പൗത്ര ഒരു ഭാര്യയില്ലേ? അവരെ പറ്റിയിട്ട് വൃത്തിയോട് പറഞ്ഞാൽ പൗത്ര സഹിക്കുവോ? ഈ പൗത്രനെ പോലുള്ളവരാണ് നാട്ടിൽ ഇത്രയും വൃത്തിയോട് അഴിച്ചു വിടുന്നത്. ഇനി ഇതും പറഞ്ഞോണ്ട് ഇവിടെ വന്നാ ഇതല്ല, ഞാൻ നല്ല ചെരവിരിപ്പുണ്ട്, അതെടുത്ത് നെറുകം തലക്കെട്ട് അടിക്കും. പറഞ്ഞേക്കാം, പൊക്കോടുന്നു. ആഹാ, ചെല്ലുപോ. ഇത് കണ്ടോ സാറേ, സഹായിക്കാൻ വന്നിട്ട് അവസാനം എനിക്കിട്ടാ കിട്ടിയത്. പൗത്രന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളി പാളിയാൽ ആലീസ് കർണക്കുറ്റിക്ക് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ പൗത്രം വിചാരിച്ചു ആലീസ് എൻ്റെ കർണക്കുറ്റിക്കായിരിക്കും അടിക്കുന്നതെന്നല്ലേ? ആലീസിന് അങ്ങനെയൊന്നുമില്ല. പോട്ടെ, ഇതിനേക്കാൾ സാധ്യതയുള്ള വേറൊരു ഐഡിയ ആയിട്ട് നാളെ വാ.
പിന്നെ സഹായത്തിന്റെ പേരും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ തല്ലു കൊള്ളാനല്ലേ എനിക്ക് പണി. ഇനി മേലിൽ ഞാൻ ഈ പടി ഞാൻ ചവിട്ടുമല്ലോ, നോക്കിക്കോ. അങ്ങനെ ഈ ആലീസ് കരോട്ട പഠിച്ചിട്ടുണ്ടോ? അറിയില്ല. ഒരു പല്ലിളകിയോന്നൊരു സംശയം. ആണോ? ഇല്ല, ഇളകിയത്.